എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചിന്തകളാണ്. അതായത് നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചിന്തകളാണ്. അത് നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ ഭർത്താവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാവാം, അങ്ങനെ ആരുമാവാം. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റിലും ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരെന്താണ് ഇന്നലെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതെന്ന് നമുക്ക് ഒന്ന് റീഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങളുടെ റീഡിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം വ്യക്തമായിട്ട് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റെസൊണേറ്റ് ആവുന്നതാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് അവരുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്? ഇതൊരു തേർഡ് പാർട്ടി മൂലമാവാം, കുടുംബം മൂലമാവാം അവർ നിങ്ങളിൽ നിന്ന് അകന്നത്, അല്ല എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലമാവാം. എന്ത് തന്നെയായാലും ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകളാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. വളരെ ബ്യൂട്ടിഫുൾസ് ആയിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കാർഡുകളാണ് വന്നിരിക്കുന്നത്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടെന്നാണ്. നിങ്ങൾക്ക് അവരൊരു സ്ഥാനം ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇതൊരു ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രണയിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്ന് നിങ്ങളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇത് നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ഇവിടെ ഒരു 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഒരു 10 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു ജീവിതയാത്ര, ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളെ ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരാഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്, ഒരു ഭയങ്കര ആകർഷണം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് ഏത് സാഹചര്യം ആയിക്കോട്ടെ അവർ അകന്നു പോയിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അതായത് നേരത്തെ ഈ ഒരു വ്യക്തി ഈഗോയൊക്കെ ഉള്ളൊരു വ്യക്തിയാവാം, പക്ഷേ ഈഗോയൊക്കെ ഇപ്പോൾ അവസാനിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സ്നേഹനിർഭരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള. വളരെ മനസ്സിലൂടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുമിച്ചുള്ളൊരു ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഇപ്പം സെപ്പറേറ്റ് ആയി നിൽക്കുന്നവരാണെങ്കിൽ, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർ തമ്മിൽ വീണ്ടും റീയൂണിയന് സാധ്യതയുണ്ട്. അതുപോലെ കല്യാണം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മാരി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് പോലെ ഈ ഒരു ബന്ധം കൊണ്ടുപോകണം, അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബന്ധം ഒരു കമ്മിറ്റ്മെൻറ്റായിട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രയ്ക്ക് ഒരു വാല്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളെ വാല്യൂ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങളാണ്. അവർക്ക് നിങ്ങളോട് ഭയങ്കര ആകർഷണം തോന്നുന്ന ഒരു സമയമാണ്. ഒരു 6 വീക്സിനുള്ളിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടൊക്കെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ എല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റീഡിങ് കാണുന്നവർക്കൊക്കെ ഒരു പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള കാർഡുകളാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്.
തീർച്ചയായിട്ടും നിങ്ങളിപ്പം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും, എങ്കിലും നിങ്ങളെ അവർ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്നേഹത്തിൻ്റെ കാർഡുകളാണ് കൂടുതലും. അവർക്ക് നല്ല കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്ക് കുറ്റബോധമുണ്ട്. ഓരോ നിമിഷവും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു വെറും ഒരു ആകർഷണമല്ല, ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ഒരാളുടെ ജീവിതത്തിൽ വെറുതെ വന്നും പോയി അങ്ങനെ നിൽക്കാനല്ല അവരിനി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വെറുതെ വന്നും പോയി ഒരു വിസിറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഫസറെ പോലെ അല്ലെങ്കിൽ വിസിറ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയെ പോലെ അങ്ങനെ പോകാനല്ല അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ബന്ധത്തിൽ നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളൊരു ട്രഡീഷണൽ പേഴ്സൺ ആയിരിക്കും. അതായത് ഒരുപാട് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാവാം. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും കുടുംബത്തിന് വേണ്ടിയായിരിക്കും നിങ്ങളെ ഇട്ടേച്ച് പോയത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ വാക്ക് കേട്ടായിരിക്കും ഇവർ ഇട്ടേച്ച് പോയത്. പക്ഷേ അതിലൊക്കെ അവർക്കൊരു കുറ്റബോധമുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഇത്രയും നാളും അവരുടെ സങ്കടമൊക്കെ അവർ ഉള്ളിലൊതുക്കി, പക്ഷേ ഇനി അവർക്കതങ്ങനെ ഉള്ളിലൊതുക്കാനായിട്ട് പറ്റില്ല. കാര്യം അവർക്ക് നിങ്ങളെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ബന്ധത്തിന് കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. കാര്യം നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നവർ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഒരു തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ് ഈ കാർഡുകളെല്ലാം. അതായത് നിങ്ങളുടെ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇനി എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു റീകൺസിലേഷനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഒരു 6 വീക്സിനുള്ള റീകൺസിലേഷന് സാധ്യതയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം വളരെ വലുതാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളുണ്ട്. വളരെ സ്നേഹമുണ്ട് അവർക്ക് നിങ്ങളോട്. ഇനി അവരെ വിശ്വസിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പം നിങ്ങൾക്ക് തന്നെ സംശയം തോന്നി എന്താണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ആ ഒരു വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളും തിരിച്ചറിവുകളും ഉണ്ടായതായിട്ടാണ് കാണുന്നത്. ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വെറുതെ ആയിരിക്കില്ല. നിങ്ങളോടൊപ്പം ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ജീവിക്കാൻ ആ ഒരു വ്യക്തി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അങ്ങനെ ഒരു ഇതാണ്, ഒരു മാരേജിലേക്കൊക്കെ എത്തുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം മാരീഡ് ആയിട്ടുള്ളവരാണ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു വ്യക്തി തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഒരു ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോടുകൂടി. കാര്യം അത്രത്തോളം സ്നേഹമുണ്ട്. കാര്യം ഇവിടെ നിങ്ങളുടെ ബന്ധത്തിന് തടസ്സമായിട്ട് നിന്നത് നിങ്ങളുടെ കാസ്റ്റും റിലീജിയനും ഒക്കെ ആവാം. പക്ഷേ ഇപ്പോഴതൊക്കെ മറന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം ഇവിടെ ഒരു പ്യുവറായിട്ടുള്ളൊരു സോളിനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ളൊരു ലവാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അത്രത്തോളം ആഴത്തിലുള്ള സ്നേഹം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് അവർ ഒരുപാട് വാല്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സ്നേഹബന്ധമല്ല. അവർ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് കാത്തിരിക്കാനാവില്ല. അവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതിനെയൊക്കെ ഓർത്ത് അവർ പരിതപിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിരിക്കും. പക്ഷേ ഇപ്പോഴാ ഒരു വ്യക്തിക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ നടന്ന് ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഓൾറെഡി സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റഡ് ആയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴാണ് അവർ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് വന്നത്, ഒരു ആത്മീയ പാതയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും പഠിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. അവർക്ക് നിങ്ങളോടുള്ളത് വെറും ഒരു ആകർഷണം മാത്രമല്ല, മറിച്ച് സത്യസന്ധമായ സ്നേഹമാണെന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അവരിനിയിപ്പം ഇതൊരു ഓർമ്മകളായിട്ട് കൊണ്ടുപോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങളുമായിട്ടൊരു ജീവിതം ആരംഭിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാര്യം ആ ഒരു വ്യക്തിക്ക് ഇനി നിങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. കാര്യം അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞതായിട്ടാണ് കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പോൾ കാർഡുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. അവർക്കും നിങ്ങൾക്കും ഇടയിലുണ്ടായിരുന്ന മഞ്ഞുരുകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ആ ഒരു വ്യക്തി നിങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ വന്ന് നിങ്ങളെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ ഒരു റീഡിംഗ് ആണ് തീർച്ചയായിട്ടും വന്നത്. നമുക്ക് അവരുടെ ഒരു ലവ് മെസ്സേജും കൂടി എടുത്ത് നോക്കാം. അതായത് ആ ഒരു വ്യക്തിയുടെ ഒരു ലവ് മെസ്സേജ് എടുത്ത് നോക്കാം. എന്താണ് അവരുടെ ഈ ഒരു സമയത്തുള്ള നിങ്ങളോടുള്ള എന്താണ് പറയുന്നത് നോക്കാം. ഡേ ഡ്രീമിങ് അബൌട്ട് ലവ് ആൻഡ് ഹാവിങ് മെനി ഓപ്ഷൻസ് ഓർ ഫാൻറ്റസീസ് ടു കൺസിഡർ. സ്റ്റേ സ്ട്രോങ് ഇൻ ലവ്, ഗാർഡിങ് യുവർ ഹാർട്ട് ബട്ട് ക്ലോസ് ടു റീച്ചിങ് എ ഗോൾ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് ആൻ എക്സൈറ്റഡ് മെസ്സേജ് ഓർ ബീങ് പാഷനേറ്റ് അബൌട്ട് ലവ്. അതായത് അവർക്ക് നിങ്ങളെ വേണമെന്നാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അവർ ഈ ഒരു ബന്ധത്തിന് വാല്യൂ കൊടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ് വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അതുപോലെ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം എനിക്ക് വരുത്താൻ കഴിയുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു കാര്യത്തിൽ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് കൃഷ്ണൻ്റെ നാമത്തിൽ വീണ്ടും കാണാം. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം മറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അതുവരെയിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.